മമ്മി ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അവളെ പരിചരിക്കാനല്ലേ? അതെനിക്കിഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് എന്തിനാ ചെയ്യുന്നേ? ഇനിയും മമ്മി നിർബന്ധപൂർവ്വം ഇവിടെ നിൽക്കാനാണെങ്കിൽ ഐസിയുവിനകത്ത് കയറി അവളെ ഞാൻ എന്തേലും ചെയ്യും. പക്ഷേ അവളെ അല്ല, പറ്റുവാണെങ്കിൽ അവളെ ചികിത്സിക്കുന്ന ഡോക്ടറെ. ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിഞ്ഞിട്ട് അവിടെ നമുക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കണം മാഡം. ചിലപ്പോ ഈ ആക്സിഡന്റോടെ അനിയന്റെ മോളെ ഒരു വെള്ളത്തുണിയിൽ കെട്ടി പൊതിയാമെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലല്ലോ. ആ അത് കൊള്ളാലോടെ മൂർത്തി. ആ താൻ ആദ്യമേ ആ ഹോസ്പിറ്റൽ ഏതാണെന്ന് അന്വേഷിക്കുക. അവിടെ ആരുണ്ടെന്ന് നമുക്ക് പിന്നെയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും നമുക്ക് സിറ്റിയിലേക്ക് പോകണമല്ലോ. അനിയൻ സാർ ഒപ്പിട്ട് തന്നാ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങൾ റെഡിയാക്കണ്ടേ? അനിയൻ തന്നതല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോഴും അവൻ പറഞ്ഞു എന്റെ മോള് സേഫ് ആയിരിക്കണേ ചേച്ചിന്ന്. താൻ കേട്ടില്ലടോ? കേട്ടു മേഡം, എന്റെ കണ്ണ് നിറയുകയും ചെയ്തു. ആ തന്റെ കണ്ണ് നിറയും. ഇന്നലെ താൻ എന്റെ മുമ്പിലിരുന്ന് കണക്ക് പറഞ്ഞപ്പോ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അല്ല അത് പിന്നെ ലാഭം കിട്ടുമ്പോ അതിന്റെ പങ്ക് ചോദിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല മൂർത്തി. ആ താൻ പോകാനുള്ള ഒരുക്കങ്ങൾ നോക്ക്. അച്ഛന്റെ നിക്ഷേപങ്ങളും നോക്കണം, മോളുടെ സുഖവിവരങ്ങളും നോക്കണം. ഈ ഗാഥയുടെ ബന്ധുക്കൾ ഞങ്ങളാണ് സാർ. ഞാൻ ഹസ്ബൻഡ്. എന്താ ഇപ്പൊ ഗാഥയുടെ കണ്ടീഷൻ? ഇപ്പൊ ബെറ്ററാണ്. ഞങ്ങൾ മൊഴിയെടുക്കാൻ വന്നാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞങ്ങൾക്ക് പേഷ്യന്റിന്റെ മൊഴിയെടുക്കണമായിരുന്നു. സാരമില്ല, എന്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. വന്നോളൂ. താങ്ക്സ് ഡോക്ടർ. സാറേ, പോലീസുകാർ ഇത്തിരി ഉഴപ്പിയാലും ഒരു കുഴപ്പമില്ല. നമുക്കിതിന്റെ യാഥാർത്ഥ്യം അറിയാമല്ലോ. ഗാഥ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ എന്ന് കരുതിയിരിക്കപ്പോ ഞാൻ അയാളെ വേദനിപ്പിച്ചവരെ വെറുതെ വിടാൻ പാടില്ല. ആക്സിഡന്റിന് ശേഷം പോലീസുകാർ വരുന്നത് ഒരു ചടങ്ങ് അല്ലേ സിത്താരെ? അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോ ശീലം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ. മണിക്കുഞ്ഞ്, ഓഫീസിലെ കാര്യങ്ങൾ മറക്കണ്ട. സിത്താര എന്തേ നോക്കുന്നേ? അല്ല സുമിത്രയെ, ഇവിടെ വാഷ്റൂം എവിടെയാ ഉള്ളതെന്നറിയോ? ദേ ഇതുവഴി അങ്ങോട്ട് പോയാൽ മതി. വാ, ഞാനിവിടെ വരാം. വേണ്ട സുമിത്രേ, ഞാൻ പോയിക്കോളാം. വാ. മമ്മി, ഞാൻ ശരിക്കും കണ്ടില്ല സർ. ഞാൻ നവീൻ്റെ അടുത്തുനിന്ന് മുന്നോട്ട് നടക്കായിരുന്നു. ഓക്കെ. അല്ല, അപകടം നടന്ന സമയത്ത് ഓർക്കാൻ കഴിയുന്ന വേറെന്തെങ്കിലും? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ മറ്റോ സംശയിക്കപ്പെടുന്ന രീതിയിലോ മറ്റോ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സർ. ഓക്കെ.
ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് ശേഷം എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. മോളെ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നീ ഇപ്പൊ വീട്ടിലേക്ക് പോ, ഞാൻ പിന്നാലെ വന്നോളാം. നോ മമ്മി, മമ്മി എന്റെ കൂടെ വന്നേ പറ്റൂ. കേട്ടില്ലേ സിനി? ഗാഥ മാഡം, മമ്മി പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, മമ്മി ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അവളെ പരിചരിക്കാനല്ലേ. അതെനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് എന്തിനാ ചെയ്യുന്നേ? ഇനിയും മമ്മി നിർബന്ധപൂർവ്വം ഇവിടെ നിൽക്കാനാണെങ്കിൽ ഐസിയുവിനകത്ത് കയറി അവളെ ഞാൻ എന്തിനും ചെയ്യും. ശരി, ഞാൻ വന്നോളാം. ഞാൻ ആ സുമിത്രയോടൊന്ന് സംസാരിക്കട്ടെ. അക്കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ, കുഴപ്പമില്ല. മണക്കുഞ്ഞ്, സുമിത്രേ, ഹോസ്പിറ്റലിലെ പേയ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ താൻ നോക്കണം. എനിക്ക് കാദ്യം നോക്കാൻ എന്താണോ ചെയ്യുക? ഡോക്ടറോട് ചോദിച്ചു നോക്കാം. എന്താ സിത്താരെ? എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. 1-2 ഫോറിൻ ക്ലയൻസ് ഒക്കെ പങ്കെടുക്കുന്നതാ. ഒഴിവാക്കാൻ ഞാൻ ഈ നേരം വരെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, നടന്നില്ല. എനിക്കൊന്ന് പോയേ പറ്റൂ സുമിത്രേ. മോളി ഈ അവസ്ഥ കിടക്കുമ്പോൾ ഒരു കാരണവശാലും എനിക്ക് പോവാനേ തോന്നില്ല. പക്ഷേ സിത്താര പോയിട്ട് വാ. ഇവിടെയാണെങ്കിലും ആരത് ചോദിച്ചാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മോൾക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ ഞാനിവിടെ ഇല്ലേ? എങ്കിൽ ശരി, അവരോട് ആരോടും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ വന്നോളാം സുമിത്രേ. ശരി സിത്താരെ.